ഹായ് ഹലോ എവരിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നിഫ്റ്റിയുടെ ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഇൻട്രാഡേ ലെവൽ ഡിസ്കസ് ചെയ്യും ഫോർ ലേണിംഗ് പർപ്പസ്. ഓക്കെ, സോ മോസ്റ്റ് പ്രോബബ്ലി ഞാൻ തരുന്ന ലെവൽസ് വർക്ക് ചെയ്യാറുണ്ട്. ഐ തിങ്ക് സോ. ഇന്ന് മോർണിംഗ് ഞാൻ കൊടുത്ത ഒരു ലെവലാണ് നമ്മുടെ നിഫ്റ്റിയിൽ ഇന്നലെയും കൊടുത്തായിരുന്നു. നിഫ്റ്റിയുടെ 24,630 to 640 വരെ. അത് തന്നെ ഇന്ന് ഡേ ഹൈ ആയിരുന്നു. അവിടെ തന്നെയാണ് ഇന്ന് ഒരു സെല്ലിംഗ് ജനറേറ്റ് ആയത്. അത് തന്നെ ഓൾമോസ്റ്റ് ഡേ ഹൈ ആയിരുന്നു ഇന്ന്. പിന്നെ ഇന്ന് വോല്യൂം കുറവായിരുന്നു, സോ അതുകൊണ്ട് വലിയ മൂവ് കിട്ടിയില്ല. ആക്ച്വലി ഇന്ന് നോർത്ത് ഇന്ത്യയിൽ മറ്റേ നമ്മുടെ രക്ഷാബന്ധൻ അതുണ്ടായിരുന്നു, സോ ഒരു ഫെസ്റ്റിവൽ, അതുകൊണ്ടാണ് ഇന്ന് വോല്യൂം കുറവായിരുന്നു മാർക്കറ്റിൽ. ഇന്ന് ആക്ച്വലി വലിയ കാര്യമായിട്ട് മൂവ് ഒന്നും കണ്ടില്ല. ചെറിയൊരു മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് തന്നെ, അത് കഴിഞ്ഞ് ചെറിയൊരു ഫോൾ, അത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും നടന്നില്ല ഇന്ന് മാർക്കറ്റിൽ. ഓക്കെ, വോല്യൂം കുറവായതുകൊണ്ടാണ് ഒന്നും നടന്നില്ല. ഓക്കെ, പിന്നെ സ്റ്റിൽ നമ്മുടെ ഈ ചാർട്ട് ബിയറിഷ് ഫ്ലാഗ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറേ ദിവസമായിട്ട് ഐ തിങ്ക് ഞാൻ തന്നെ പറഞ്ഞ് മടുത്തു. ഇപ്പോൾ ഇതിൻ്റെ ഈ ബിയറിഷ് ഫ്ലാഗിൻ്റെ ലാസ്റ്റിൻ്റെ 1 വീക്കുള്ള വീഡിയോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് തന്നെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഇതുവരെ ബ്രേക്ക് ആയിട്ടില്ല. മീൻസ് മാർക്കറ്റ് സ്ട്രക്ചർ ഇത് തന്നെയാണ് സ്റ്റിലുള്ളത്. സോ ഇന്ന് ചെറിയൊരു ഗ്യാപ്പ് അപ്പ് കാണിച്ചിട്ട് അവർ ഒരു ബ്രേക്ക് ഔട്ടൊക്കെ ചെയ്തു. ബട്ട് അത് ഫേക്ക് ആണോ എങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ ആക്ച്വലി കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. ബട്ട് യെസ്, ഒരു സൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഗ്യാപ്പ് അപ്പ് ആയി ദെൻ താഴേക്ക് വന്നു, ഇവിടെ തന്നെ സസ്റ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് കണ്ടോ, സസ്റ്റെയിനിങ് ഇവിടെ തന്നെയാണ് ലെവലിൽ. നമ്മുടെ ആ ലെവൽസ് ഇതൊക്കെ ഞാൻ കൊടുത്ത ലെവൽസ് ലാസ്റ്റ് വീഡിയോയിൽ കൊടുത്ത ലെവൽസ് ആണ് ഇതൊക്കെ എല്ലാം. 630, 640 ആൻഡ് അബവ് 700 to 715 വരെ റെസിസ്റ്റൻസ് ആണ് നമ്മുടെ ഇത് കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ 15 മിനിറ്റ്സ് ചാർട്ടിൽ പോയി നോക്കുകയാണെങ്കിൽ ഒരു ട്രയാങ്കിൾ പാറ്റേൺ പോലെ ഇവിടെ ട്രയാങ്കിൾ പാറ്റേൺ ഇങ്ങനെ ഒരു ജനറേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടുമോ, നാളെ ബ്രേക്ക് ഡൗൺ ആണ് കിട്ടുന്നത്, ബ്രേക്ക് ഔട്ട് എന്താ കിട്ടുന്നത്, അത് നിങ്ങൾ ഇത് നോക്കിയിട്ട് നോക്കിയിട്ട് പ്ലേ ചെയ്ത്. ഇപ്പോൾ ബ്രേക്ക് ഔട്ടിന് സപ്പോസ് നാളെ ബ്രേക്ക് ഔട്ട് കിട്ടുവാണെങ്കിൽ ഇതിൻ്റെ സോ ഫസ്റ്റ് റെസിസ്റ്റൻസ് ഇത് തന്നെ വരും. ഓക്കെ, 630, 600. ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ ഇതിന് ചെറിയൊരു ഷോർട്ട് കവറിങ് പോലെ, മീൻസ് സഡൻ ഫാസ്റ്റ് മൂവ് കിട്ടും ടു 630, 640 വരെ. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ റെഡ് ലൈൻ നമ്മുടെ ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ആയാൽ സഡൻ നമുക്ക് നമ്മുടെ ആ ലെവൽസ് കാര്യങ്ങൾ കിട്ടാൻ ചാൻസസ് ഉണ്ട്. 700 to 710 വരെ നമ്മുടെ ആ ഈ നെക്സ്റ്റ് റെസിസ്റ്റൻസിലേക്ക് പോകാൻ ചാൻസസ് കൂടുതലാണ്. ഓക്കെ, പിന്നെ സപ്പോസ് ബൈ ചാൻസ് നാളെ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ, ഈ ട്രയാങ്കിൾ പാറ്റേണിൻ്റെ ബ്രേക്ക് ഡൗൺ കിട്ടുവാണെങ്കിൽ ദെൻ മാർക്കറ്റ് സ്ലോലി താഴേക്ക് ഇവിടെ വരും. 24,400. റീസൺ ഇവിടെ ഒരു ഡബിൾ ടോപ്പ് ഫോം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കണ്ടോ ഈ ലെവലിൽ കുറേ കൺസോളിഡേഷൻ ആയിട്ടുണ്ട്. ഇത് കണ്ടോ. ഓക്കെ, സോ 24,000 ഇത് ബ്രേക്ക് ഡൗൺ കിട്ടുവാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ലെവൽ വരുന്നത് 24,400 ആയിരിക്കുള്ളൂ. സോ നമ്മൾ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. സപ്പോർട്ട് സോണാണ് 24,400. അതൊരു ഗ്രീൻ ലൈനായിട്ട് നമുക്ക് മാർക്ക് ചെയ്തേക്കാം. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു FEG ഗ്യാപ്പാണ്. സോ ഇവിടെ നമ്മൾ ഷോർട്ട് പൊസിഷൻ നമ്മൾ ബുക്ക് ചെയ്ത് മാറണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 2-3 FEG ഗ്യാപ്പ് ഇവിടെ കാണുന്നുണ്ട്. സോ ഈ ഒരു ബൈയിങ് സോൺ ആയിരിക്കും ആക്ച്വലി ഇതൊക്കെ എല്ലാം. മാർക്കറ്റ് ഇവിടെ വന്ന ബൈയിങ് തന്നെ അവർ ട്രൈ ചെയ്യുള്ളൂ. ഓക്കെ, സോ ഈ ഇതിൻ്റെ ലാസ്റ്റ് ഫ്രഷ് ബൈയിങ് ജനറേറ്റ് ആയത് ഈ ഗ്രീൻ ക്യാൻഡിൽ കണ്ടോ, ഇവിടെ നിന്നാണ് 24,230. ഓക്കെ, സോ ഇതിൻ്റെ ബിലോ സസ്റ്റെയിൻ ആയാൽ മാത്രമേ ഒരു ബിയറിഷ്നെസ് തുടങ്ങുകയുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ ട്രെൻഡ് ലൈനിൻ്റെ ബ്രേക്ക് ഡൗൺ കിട്ടുകയാണെങ്കിൽ ദെൻ ഇവിടെ വരും. ബട്ട് ഐ തിങ്ക് സോ ബ്രേക്ക് ഡൗൺ, ഈ ട്രയാങ്കിളിൻ്റെ ബ്രേക്ക് ഡൗൺ കിട്ടിയാൽ ഇവിടുന്ന് ബൈയിങ് ജനറേറ്റ് ഉണ്ടാവുന്നതാണ്. ഇവിടുന്ന് ഒരു ബൈയിങ് ചിലപ്പോൾ വരാൻ ചാൻസ്, അല്ലെങ്കിൽ ഈ ഒരു ഫുൾ സോൺ ബൈയിങ് സോണാണ്. ഇവിടെ ഷോർട്ട് ചെയ്യേണ്ട ആവശ്യം ഇല്ല. എനിക്ക് തോന്നുന്നില്ല ഇവിടുന്ന് ഒരു വീക്ക്നെസ് വരുള്ളൂ. കാരണം ഇപ്പോൾ ഇവർ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ, ഒരു മീൻസ് ഓവറോൾ ഇവർ ഗ്യാപ്പ് അപ്പ് ആക്കിയപ്പോൾ പിന്നെ ഗ്യാപ്പ് അപ്പ് ആക്കിയതിന് ഇവിടെ തന്നെ സസ്റ്റെയിൻ ചെയ്തുള്ളൂ പ്രൈസ്. ഫേക്ക് ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ അത് സഡൻ ഉള്ളിലേക്ക് തന്നെ വരേണ്ടതാണ്. ബട്ട് ഇത് ഗ്യാപ്പ് അപ്പ് ആക്കി ദെൻ ഇവിടെ തന്നെ പ്രൈസ് സസ്റ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആ ചാനലിൻ്റെ ആ ഒരു പോളൻ ഫ്ലാഗിൻ്റെ ഈ ഒരു ലൈൻ, ഈ ബ്ലാക്ക് ലൈൻ്റെ ആ ട്രെൻഡ് ലൈൻ്റെ അവിടെ പ്രൈസ് സസ്റ്റെയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫോൾ വരികയാണെങ്കിൽ സഡൻ ഫോൾ വരേണ്ടതാണല്ലോ, ഫേക്ക് ഔട്ട് സംതിങ് അങ്ങനെയാണെങ്കിൽ. ഓക്കെ, ചിലപ്പോൾ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ എന്ത് ചെയ്യും, ഇത് ബ്രേക്ക് ഡൗൺ കാണിച്ചിട്ട് ഇവിടുന്ന് വീണ്ടും ബൈയിങ് ജനറേറ്റ് ചെയ്യും ടു അപ്വേർഡ്സ്. ഓക്കെ, സോ അതൊന്നും എല്ലാവരും കൂടി മാർക്ക് ചെയ്ത് വെക്കണം. ഇതൊക്കെ ലെവൽസ് കാര്യങ്ങൾ, മോർ ലെവൽസ് ഞാൻ മാർക്ക് ചെയ്യും. നിങ്ങൾ വീഡിയോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാൻ ഇനി മോർ ലെവൽസ് ഞാൻ കറക്റ്റ് ഡീപ്പ് ലെവൽസൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാൻ തുടങ്ങും കേട്ടോ. സോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമ്മുടെ നെക്സ്റ്റ് ചാർട്ടിലേക്ക് പോകാം, നമ്മുടെ ബാങ്ക് നിഫ്റ്റി ചാർട്ടിലേക്ക് പോകാം. ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ, ആ ഹെഡ് ആൻഡ് ഷോൾഡറുടെ ഈ ഒരു ഷോൾഡർ, റൈറ്റ് ഷോൾഡർ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല സ്റ്റിൽ. ഇത് കണ്ടോ, ഇന്ന് മാർക്കറ്റിൽ വോല്യൂം ഇല്ലാത്തത് കൊണ്ട് അവർ
എന്ത് ചെയ്തു, പ്രൈസ് ചെറിയൊരു ഗ്യാപ്പൊക്കെ കാണിച്ചു, പിന്നെ വീണ്ടും സൈഡ് വേസ് ആണ് ആക്കി വെച്ചേക്കുന്നത്. ബട്ട് ഇതിനകത്തും ഞാൻ ബിയറിഷ് ഇല്ല, ബാങ്ക് നിഫ്റ്റി ഞാൻ ഒട്ടും ബിയറിഷ് ഇല്ല. അതിൻ്റെ റീസൺ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഫസ്റ്റ് ഇത് കണ്ടോ, ബാങ്ക് നിഫ്റ്റിയിൽ ഇതിൻ്റെ ഒരു ഫോളിംഗ് വെജ് പോലെ ഉണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന്. ഇത് കണ്ടോ, ബാങ്ക് നിഫ്റ്റിയിൽ അതിൻ്റെ ബ്രേക്കൗട്ട് ഇന്ന് തന്നേക്കാനാണ്. ഈ ഫോളിംഗ് വെജ് ഉണ്ടായിരുന്നു, അതിൻ്റെ ബ്രേക്കൗട്ടാണ് ഇപ്പോൾ ഇന്ന് തന്നേക്കുന്നത്. ഇനി ഇവിടുന്ന് ബാങ്ക് നിഫ്റ്റി ഇതിൻ്റെ ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ റെഡ് ഫ്രഷ് സെല്ലിംഗ് ജനറേറ്റ് ആയത് 50,560. ഇതാണ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് ഇതിൻ്റെ ബാങ്ക് നിഫ്റ്റിയുടെ 50,560. ഓക്കെ, ഇത് റെഡാക്കി നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ഇതിൻ്റെ അബവ് പ്രൈസ് പോയാൽ ദെൻ സഡൻ മുകളിലേക്ക് പോകേണ്ടതാണ്. നമ്മുടെ ആക്ച്വൽ ഈ ഹെഡ് ആൻഡ് ഷോൾഡർ കംപ്ലീറ്റ് ആവുന്നത് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറേ ദിവസമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ എല്ലാ കുറേ ദിവസമല്ല, ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ലാസ്റ്റ് വീഡിയോ ഉണ്ടാക്കിയത് അതുകൊണ്ടാണ്. നമ്മുടെ ഈ ലെഫ്റ്റ് ഷോൾഡർ ദെൻ ഹെഡ് ആൻഡ് റൈറ്റ് ഷോൾഡർ കംപ്ലീറ്റ് ആയിട്ടില്ല. ഞാൻ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ഫസ്റ്റ് വീഡിയോ ഉണ്ടാക്കിയത് ലാസ്റ്റ് സാറ്റർഡേ ആണ് ഇതിലേക്ക് ലാസ്റ്റ് വീഡിയോൻ്റെ. സോ അതിൽ ഞാൻ പറഞ്ഞായിരുന്നു ബാങ്ക് നിഫ്റ്റി ഞാൻ മോസ്റ്റ്ലി ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത് ഇത് കാരണമാണ്. മീൻസ് ഇതിൻ്റെ ഈ സ്ട്രക്ചർ നല്ല ബുളിഷാണ്. ഹെഡ് ആൻഡ് ഷോൾഡർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഇതിൻ്റെ ബ്രേക്കൗട്ട് കിട്ടുന്നത് 50,800 അബവ് സസ്റ്റെയിൻ ആയാൽ പ്രൈസ് മാത്രമേ. ഓക്കെ, പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എനിക്ക് കാണിക്കാനുള്ളത് നമ്മുടെ RSI. ആർ എസ് ഐ ഒന്ന് നോക്കിക്കേ. റീസൺ ഞാൻ ബുളിഷ് തന്നെ എന്താണ് ചോദിക്കുമല്ലോ, ഞാൻ എന്തിൻ്റെ ബുള്ളിഷാണ്, മീൻസ് സ്ട്രക്ചറലി ബിയറിഷ് ആവേണ്ടതാണ്. ഇത് കണ്ടോ, നിങ്ങൾ RSI ആൻഡ് ബുള്ളിഷ് ഡൈവർജൻസ് കണ്ടുപിടിക്കുന്ന ആളാണെങ്കിൽ ഇത് കണ്ടോ, സ്ട്രക്ചർ നമ്മുടെ ഇതിൻ്റെ ട്രിപ്പിൾ ബോട്ടം, ഓൾമോസ്റ്റ് ട്രിപ്പിൾ ബോട്ടം സംതിങ് ഇവിടെ ഫോം ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ട്രിപ്പിൾ ബോട്ടമാണ്. ബട്ട് RSI നോക്കുവാണെങ്കിൽ RSI ഹയർ ഹൈ ആണ്, മനസ്സിലായി, ഡൈവർജൻസ് ആണ് ക്രിയേറ്റ് ചെയ്യണത്. RSI ഇവിടെ ലോ ദെൻ ഹൈ ദെൻ സ്റ്റിൽ ഹൈ ആണ്, മറ്റേ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല RSI. സോ RSIയുടെ സ്ട്രക്ചർ കണ്ടോ, ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഇപ്പം സ്ട്രക്ചർ ബുള്ളിഷാണ് ആൻഡ് അവിടെ RSI ആവറേജിൻ്റെ മുകളിലാണ് ഇപ്പോൾ സസ്റ്റെയിൻ ആവുന്നത്. സോ നമ്മൾ RSI നോക്കുകയാണെങ്കിൽ സ്ട്രക്ചർ 1 hour ചാർട്ടിലും ബുള്ളിഷാണ്. RSI ഡൈവർജൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി ഒരു ഇൻഡിക്കേഷൻ ആണ് കിട്ടിയേക്കുന്നത്. അല്ലാണ്ട് നമുക്ക് കൺഫേം ആവുന്നത് എപ്പോഴാണ് 50,800 അബവ് പ്രൈസ് സസ്റ്റെയിൻ ആയാലും മാത്രമേ. ഓക്കെ, RSIനെ മാറ്റി. സോ 50,800 അബവ് പ്രൈസ് സസ്റ്റെയിൻ ആയാൽ യു ക്യാൻ ഗോ ഫോർ അപ്പ് സൈഡ്. ഓക്കെ, പിന്നെ നമ്മുടെ റെസിസ്റ്റൻസ് വരുന്ന ഈ ഒരു ട്രെൻഡ് ലൈൻ, ഇവിടെ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ആയിട്ടുണ്ട് ബ്രേക്കൗട്ട്. ഇത് ഇവിടെ നിന്ന് ഈ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ നിന്ന് വരുന്നുണ്ട്. അതാണ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത്. ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് ഇതായിരിക്കും. ഇവിടുത്തെ ഈ ലോ അടിച്ചിട്ടുണ്ടല്ലോ, അതായിരിക്കും 50,180 to 200 ഇതായിരിക്കും. ഓക്കെ, ടാർഗറ്റ് വരുന്നത്. അതിൻ്റെ ബ്രേക്കൗട്ട് കിട്ടിയാലും നമുക്ക് സോ സഡൻ ആയിരിക്കുള്ളൂ മൂവ് കിട്ടുന്നത്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഇതിൻ്റെ ഈ മേജർ ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. അതിൻ്റെ ബ്രേക്കൗട്ട് കിട്ടിയാൽ ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ അതിൻ്റെ ബ്രേക്കൗട്ട് കിട്ടും. പിന്നെ ഇതിൻ്റെ അബവ് 51,250 to 300 അബവ് പ്രൈസ് സസ്റ്റെയിൻ ആയാൽ മേജർ ബ്രേക്കൗട്ട് നമുക്ക് ഈ ട്രെൻഡ് ലൈൻ്റെ ബ്രേക്കൗട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ ഓവറോൾ ബാങ്ക് നിഫ്റ്റിയാണ് ഈ വീക്കിൽ ഞാൻ ലാസ്റ്റ് വീഡിയോ പറഞ്ഞത് ബാങ്ക് നിഫ്റ്റിയാണ് നമ്മൾ ആക്ച്വലി നോക്കേണ്ടത്. ബാങ്ക് നിഫ്റ്റിയാണ് ഇനി നെക്സ്റ്റ് ഡേയ്സിൽ ഫുള്ളി നമ്മൾ നോക്കേണ്ടത്, ട്രാക്ക് ചെയ്യേണ്ടത്. കാരണം നല്ലൊരു മൂവ് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് ബാങ്ക് നിഫ്റ്റിയിൽ. ഞാൻ അതുകൊണ്ടാണ് ഫോക്കസ് ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ. നല്ല മൂവ് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. സഡൻ ഒരു സപ്പോർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു സോണാണ് ബാങ്ക് നിഫ്റ്റിയിൽ സഡൻ ഒരു സപ്പോർട്ട് വരുന്നുണ്ട് ഇവിടെ. അത് ഗ്രീൻ ആക്കി വർക്ക് ചെയ്യുക. 50,000 to 240. ഓക്കെ, ഓൾമോസ്റ്റ് അവിടെ തന്നെയാണ് ഇപ്പോൾ പ്രൈസ് എടുക്കുന്നത്. സോ നാളെ ഇതിൻ്റെ ഈ രണ്ടിൻ്റെ ഇടയിലാണെങ്കിൽ അതൊന്നും ചെയ്യേണ്ട. ചെറിയ ബ്രേക്കൗട്ട് ഇപ്പോൾ തന്നിട്ടുണ്ട് അവർ, നമ്മൾ നോക്കാം നാളെ പ്രൈസ് ഓപ്പണിംഗ് എങ്ങനെയാണ്. ബട്ട് 50,560 അബവ് പ്രൈസ് സസ്റ്റെയിനിലായാൽ ദെൻ 50,800 അബവ് പോകാൻ ചാൻസസ് പോകും. അത് കഴിഞ്ഞിട്ട് ഇവിടെ സസ്റ്റെയിൻ ആയാൽ ദെൻ സഡൻ മൂവ് നമുക്ക് ഷോർട്ട് കവറിങ് പോലെ കിട്ടാൻ ചാൻസസ് ഉണ്ട്. നല്ലൊരു മൂവ് കിട്ടാൻ ചാൻസസ് ഉണ്ട്. ദാറ്റ് മീൻസ് 200 to 400 പോയിൻറ്റ് സംതിങ് ആണ്. അത് നല്ല വലിയ പോയിൻറ്റ്സസ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് കിട്ടുക. ഓക്കെ, സോ ഓവറോൾ അത്രേ ഉള്ളൂ. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് സെക്ഷനിൽ ഞാൻ കമൻറ്റ് ചെയ്തേക്കാം.
ഓക്കെ, നമ്മുടെ യൂട്യൂബ് ഈ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ തന്നെ ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്, കമൻറ്റ്സ് ചെയ്യാൻ. ഓക്കെ, നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ലൈക്സ് വളരെ കുറവാണ്. ഞാൻ ബാങ്ക് നിഫ്റ്റി അനാലിസിസ് കൂടി തുടങ്ങി. നിഫ്റ്റിയുടെ ഞാൻ ഇത്ര നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ ബാങ്ക് നിഫ്റ്റിയുടെയും നല്ലൊരു ലെവൽസാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യാറുള്ളൂ, നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ. ഇനി ഇൻ ഫ്യൂച്ചർ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഫിൻ നിഫ്റ്റിയുടെ കൂടി തുടങ്ങും. പിന്നെ താങ്ക് യു സോ മച്ച് ഫോർ 100 സബ്സ്ക്രൈബേഴ്സ് ആൻഡ് താങ്ക് യു സോ മച്ച് for everything. Okay, see you in next video.